എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം എങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ കട്ടിയുള്ള കഞ്ഞിവെള്ളമാണോ അതോ ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളമാണോ ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ട് ഡെയിലി നമ്മുടെ ഹെയർ വാഷ് ചെയ്യാം. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സൈഡ് എഫക്ട്സോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. കഞ്ഞിവെള്ളത്തിനകത്ത് ഇനോസിറ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇനോസിറ്റോൾ നമ്മുടെ മുടിയിൽ ഒരു ഷീൽഡായിട്ട് അല്ലെങ്കിൽ ഒരു കവചമായിട്ട് നമ്മുടെ മുടിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ ഹെയർ ഡാമേജ് ആവുന്നത് ഒരുപാട് തടയാനായിട്ട് പറ്റും. കഞ്ഞിവെള്ളത്തിനകത്ത് ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അങ്ങനെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ റൂട്ട്സ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. മുടിക്ക് നല്ലൊരു ഉള്ളുള്ളതുപോലെ തോന്നിക്കും. അതുപോലെ തന്നെ മുടിക്ക് നീളം വെപ്പിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും സിൽക്കി ആയിട്ടുള്ളതുമായിട്ടുള്ള ഹെയർ കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം. എപ്പോഴും ലൂസായിട്ട് കിട്ടുന്ന കഞ്ഞിവെള്ളത്തെക്കാളും നല്ല കട്ടിയായിട്ട് കിട്ടുന്ന കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മുടിക്ക് നല്ലത്. നമ്മൾ ഇന്ന് അരി ഊറ്റി കിട്ടിയ കഞ്ഞിവെള്ളം അങ്ങനെ വെക്കുക. വെളിയിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിച്ച് വരും. അപ്പോൾ ഈ പുളിച്ച കഞ്ഞിവെള്ളം വേണം നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ് രാവിലെ അരി ഊറ്റി കിട്ടിയ കഞ്ഞിവെള്ളം വൈകുന്നേരം കുളിക്കാൻ നേരത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് വേസ്റ്റാണ്. ഒരു തരത്തിലുള്ള ഗുണമൊന്നും കിട്ടത്തില്ല. കാരണം നമ്മുടെ കഞ്ഞിവെള്ളം പുളിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് നല്ല ബാക്ടീരിയാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. എങ്കിലേ നമുക്കത് ഹെയറിൽ യൂസ് ചെയ്തിട്ട് ഗുണമുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പുളിച്ച കഞ്ഞിവെള്ളം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലെയിൻ ആയിട്ടുള്ള കഞ്ഞിവെള്ളം, അതായത് പുളിക്കാത്ത കഞ്ഞിവെള്ളത്തിൻ്റെ pH ലെവൽ നമ്മുടെ മുടിയുടെ pH ലെവലിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കഞ്ഞിവെള്ളം പുളിക്കുമ്പോഴത്തേക്കും അതിൻ്റെ pH ലെവൽ ഡൗൺ ആവുകയും നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ക്യൂട്ടിക്കിൾസ് ഒക്കെ ക്ലോസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലർ ഉപ്പിട്ട കഞ്ഞിവെള്ളം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഉപ്പിട്ട കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് കൊഴിയും. അതുപോലെ തന്നെ താരനും ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പിടാത്ത സാധാ നമ്മൾ കട്ടിയുള്ള പുളിച്ച കഞ്ഞിവെള്ളം വെച്ചിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാനായിട്ട്. ഇനി കഞ്ഞിവെള്ളം എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്കത് ഇതുപോലെ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് വേണ്ടത്. നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കഞ്ഞിവെള്ളം എടുക്കുക. ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ചിലപ്പോൾ ചോറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ ഇതുപോലെ നമുക്ക് കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടിയിൽ ജട ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. എൻ്റെ മുടിയിൽ നല്ല ജടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മുടിയിലെ ജട മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് മുടി രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണോ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് മുടിയുടെ ആ ഒരു സ്ട്രാൻഡ്സിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുടിയിൽ കംപ്ലീറ്റ് എണ്ണ തേച്ചതിന് ശേഷം മുടിയിലെ ജട എടുക്കുക കേട്ടോ. നമ്മൾ എണ്ണ തേക്കാണ്ട് ജട എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മുടി പൊട്ടിപ്പോകും. പക്ഷേ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് അതിലെ ജട എടുക്കാനായിട്ട് പറ്റും. സാധാരണ ഞാൻ ഈ നല്ല വൈറ്റ് ടൂത്തഡ് ആയിട്ടുള്ള ചീപ്പ് വെച്ചിട്ടാണ് ഞാൻ മുടിയിലെ ജട എടുക്കണത്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ അത് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് ജട എടുക്കുന്നത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ജട എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതൊരു 10 മിനിറ്റ് നമ്മുടെ മുടിയിൽ വെച്ചിരിക്കുക. അതിന് ശേഷമാണ് നമ്മൾ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടാണ് ഉണ്ടാവുക. കാരണം നമ്മൾ നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ആണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
കുറച്ച് മുടി ഇതുപോലെ പാർട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിലോട്ട് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് എത്തുന്ന രീതിയിലേക്ക് വേണം നമ്മൾ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ സ്കാൽപ്പിൻ്റെ ബാക്കിലൊക്കെ നന്നായിട്ട് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ മറക്കുന്നൊരു ഭാഗമാണ് ഈ സ്കാൽപ്പിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ കംപ്ലീറ്റ് നമ്മൾ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിലോട്ട് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയുടെ അറ്റത്ത് നന്നായിട്ട് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യുക. ഇതൊരു 3 മണി 4 മണിക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നീർക്കെട്ടുണ്ടാവും. കഴിവതും 4 മണിക്കുള്ളിൽ തന്നെ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്തിട്ട് കുളിച്ച് കയറാനായിട്ട് നോക്കുക. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കോൾഡ് പ്രശ്നമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 10 മിനിറ്റ് മാത്രം ഇത് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്താൽ മതി. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 2 ആഴ്ച ഇങ്ങനെ തന്നെ ചെയ്യുക. പക്ക റിസൾട്ട് കിട്ടും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.